സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗിരീഷ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസുകാർ വന്ന് അവനെ വലിച്ചഴച്ച് കൊണ്ടുപോകുന്നത്. രജനിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രഭാവതിയെയും സിദ്ധാർത്ഥനെയും ദേവികയെയും വിവരം അറിയിക്കുന്നു. ദേവികയാണെങ്കിൽ കുറ്റപ്പെടുത്തലുകൾക്കൊടുവിൽ വേഗം തന്നെ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പോലീസുകാരോട് ചോദിക്കുമ്പോൾ ഇത് മനഃപൂർവ്വം ഗിരീഷിനെ കൊടുക്കാൻ വേണ്ടി തന്ന കേസാണെന്നും RK നായരോട് തന്നെ മേഡം ചെന്ന് സംസാരിച്ചില്ലെങ്കിൽ മുകളിൽ നിന്നും പ്രഷർ ഉണ്ടാകും, ഗിരീഷിന്റെ ദേഹം നോവും, ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ആ പോലീസുകാരൻ പറയുന്നു. എന്തായാലും മേഡം പറഞ്ഞാൽ അയാൾ കേൾക്കും, കാരണം പ്ലാന്റിന് അനുമതി കൊടുത്തത് മേഡമല്ലേ എന്നിങ്ങനെ ദേവികയോട് പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ ദേവിയാണെങ്കിൽ RK നായരെ കാണാനായിട്ട് പോകുകയാണ്. പക്ഷെ ഗിരിയാണെങ്കിൽ ദേവികയോടുള്ള നിലപാട് വളരെ മോശമാണ്. അതായത് ദേവിക കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും താൻ സ്റ്റേഷനിൽ കയറിയതെന്നൊക്കെ ഗിരി വരുത്തി തീർക്കുന്നു. അങ്ങനെ ദേവിയാണെങ്കിൽ ഓടിച്ചെന്ന് RK നായരെ കാണുന്നുണ്ട്. അയാളാവട്ടെ ദേവികയെ കാണുമ്പോൾ തന്നെ ഈ കാര്യം പറഞ്ഞു വരുമെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷെ വേറൊരു നിവൃത്തിയില്ല MLA. ഗിരീഷ് കുറച്ച് ഓവറാണ്. അയാൾ പുറത്തിറങ്ങിയാൽ എൻ്റെ പ്ലാന്റിന് എതിരെ പ്രവർത്തിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അയാൾ കുറച്ചു കാലം അവിടെ അങ്ങനെ കിടക്കട്ടെ. മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥ തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ ഞാനാണ് നിങ്ങൾക്ക് പ്ലാന്റിന് അനുമതി തന്നത്, അത് പിൻവലിക്കാനും എനിക്കറിയാം. മര്യാദയ്ക്ക് ഗിരിയേട്ടനെ പുറത്തിറക്കണം എന്നൊക്കെ അങ്ങനെ ദേവി പറയുന്നു. കള്ളക്കേസ് കൊടുത്ത് അത്ര നല്ല മനുഷ്യനെ അകത്തിടരുതെന്നൊക്കെ പറയുമ്പോൾ MLA ഭീഷണിയൊന്നും പെടുത്തണ്ട. നോക്ക്, MLAയേക്കാൾ പവർ എനിക്കുമുണ്ട്. പിന്നെ പ്ലാന്റിന് വേണ്ടിയിട്ട് MLAയുടെ പുറകെ നടന്നത് അത് ആവശ്യമായിരുന്നു. ബാക്കി ഒരു കാര്യത്തിലും MLAയുടെ ഇടപെടൽ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ദേവികയെ നിരാശപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ രജനിയാണെങ്കിൽ ദേവിയെ വിളിക്കുന്നുണ്ട്, എന്തായി എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ദേവിയാണെങ്കിൽ ചേച്ചി പേടിക്കേണ്ട, ഞാൻ കാണേണ്ടവരെ കണ്ടിട്ട് എന്തായാലും ഗിരിയേട്ടനെ പുറത്തിറക്കുമെന്നൊക്കെ പറയുകയാണ്. ഈ സമയം സിദ്ധാർത്ഥനാണെങ്കിൽ രജനിയെ ആശ്വസിപ്പിക്കാനായിട്ട് അവിടെ എത്തുന്നുണ്ട്. സിദ്ധുവിനെ കാണുമ്പോൾ തന്നെ രജനി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അച്ഛാ, എന്റെ ഗിരി എത്രയും പെട്ടെന്ന് രക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ മോള് പേടിക്കാതിരിക്കും, ഞങ്ങൾ എല്ലാവരും എല്ലാ വഴിയിലൂടെയും നോക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഗിരിയുടെ അമ്മയും പറയുന്നുണ്ട്, പ്ലീസ് എൻ്റെ മോനെ എങ്ങനെയൊക്കെ പുറത്തിറക്കണം, ടീച്ചർ പേടിക്കാതിരിക്കുന്നു പറഞ്ഞുകൊണ്ട് സിദ്ധു ആണെങ്കിൽ അവരെയും സമാധാനിപ്പിക്കുന്നു. ഈ സമയം മുകളിൽ നിന്നുള്ള പ്രഷർ താങ്ങാനാവാതെ ആ SI ആണെങ്കിൽ ഗിരീഷിനെ ലോക്കപ്പിലിട്ട് ഇഞ്ചം വരവും അടിച്ച് ചമ്മന്തിയാക്കുന്നുണ്ട്. എന്തായാലും ഗിരീഷ് ആണെങ്കിൽ ആ ഒരു ഇടിയിൽ ആകെ തകർന്നു പോവുകയാണ്. അയാൾക്ക് അത് താങ്ങാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ അത് കണ്ടു നിൽക്കാനും SIക്ക് ആവുന്നില്ല. SI ആണെങ്കിൽ ദേവികയെ വിളിച്ച് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് മാഡം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, കാരണം കേസ് അത്രയും കടുപ്പിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ വേറെ വഴിയില്ലാതെ സിദ്ധുവിനെയും ദേവിക വിളിക്കുന്നു. ഞാൻ പറഞ്ഞിട്ട് അയാൾ കേൾക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ സിദ്ധു അവസാനം RK നായരെ കാണാനായിട്ട് പോകുന്നു. എന്നിട്ട് തന്റെ മരുമകനെ ഇറക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും തന്റെ മരുമകളുടെയും എല്ലാവരുടെയും പുറകെ ഞാൻ ഇതുപോലെ നടന്നിട്ടുണ്ട്, അപ്പോഴൊന്നും എന്റെ ആവശ്യം പരിഗണിക്കാൻ നിങ്ങൾ കൂട്ടാക്കിയിട്ടില്ല, അതുപോലെ കുറച്ചു കാലം നിങ്ങളും എന്റെ പുറകെ നടക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിദ്ധുവിനെ വളരെ മോശം രീതിയിൽ അയാൾ അപമാനിച്ച് വിടുകയാണ്. എന്തായാലും തന്റെ അഭിമാനം കൊണ്ട് സിദ്ധു ആണെങ്കിൽ അയാളുടെ കാൽ പിടിക്കാനായിട്ട് പിന്നെ പോകുന്നില്ല. അങ്ങനെ നന്ദനാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് കെവിൻ നന്ദന്റെ അടുത്തേക്ക് വരുന്നത്. നന്ദനോട് പറയുന്നുണ്ട്, എടാ നിനക്കറിയാലോ, ഇതേ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കേസാണ്. ഗിരീഷ് ഏട്ടന്റെ അവസാനം പോലും ഇതിൽ കാണാനായിട്ട് പറ്റും. കാരണം ആർക്കേതായാലും രണ്ടും കൽപ്പിച്ചുകൊണ്ടാണ്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. നിന്റെ ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞൊക്കെ ഉള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, ഞാൻ ഇനി എന്ത് ചെയ്യാനാണ്, ഗിരീഷേട്ടനെ പുറത്ത് കൊണ്ടുവരാൻ MLA ആയിട്ടുള്ള നിന്റെ ഭാര്യയ്ക്ക് സാധിക്കില്ല, നിന്റെ അച്ഛനും സാധിക്കില്ല, പക്ഷെ ഒരാൾക്ക് സാധിക്കുമെന്ന് പറയുമ്പോൾ ആരാണെന്ന് അത് ചോദിക്കുന്നു. അത് ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇസബല്ല. എന്തായാലും ആ പേര് കേൾക്കുമ്പോൾ തന്നെ നന്ദന പ്രതീക്ഷയാണ് വീഴുന്നത്. എന്തായാലും ഇസബല്ലയാണ് ഇവിടെയും ആളാവാനായിട്ട് പോകുന്നത്. അപ്പൊ കാത്തിരിക്കാം കൂടുതൽ എപ്പിസോഡ്സിനായിട്ട്.